മുഅ്മിനെ വളരെ വളരെ ചിന്തിക്കുക. ഹബീബായ റസൂലുള്ളാഹി രണ്ട് വിഭാഗം ആളുകളാ മഹ്ശറിലേക്ക് വരിക. ഒരേ ഭാഗം ആളുകൾ ചിരിച്ചുകൊണ്ട് വരും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവരാ. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, അതിന്റെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കുക. അതെങ്ങനെയാണ്? നാട്ടിലെ തിന്മകളെ വിഭാടനം ചെയ്യുക. മുസ്ലിമീങ്ങളെ വളരെ വളരെ ഗൗരവമായി മനസ്സിലാക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കുക. അത്തരം ആളുകൾക്ക് കന്നി അൻളുറു ഇലാ അഹ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹും യഖൂമൂന മിൻ ഖുബൂരിഹിം ഫയൻഫുലൂന തുറാബ മിൻ റൂസിഹിം ഫയഖൂലൂന അൽഹംദുലില്ലാഹ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഉറക്കെ പറ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖബറിൽ നിന്ന് എണീക്കും ഓരോരുത്തരും. മുഅ്മിനീങ്ങളായ ആളുകൾ ഖബറിൽ നിന്ന് എണീക്കുന്ന നേരത്ത് ഫയഖൂലൂന അൽഹംദുലില്ലാഹ്. മുഅ്മിനീങ്ങളെ പേര് തന്നെ ഹമ്മാദൂൻ എന്നാണ്. അള്ളാഹനെ വല്ലാതെ സ്തുതിക്കുന്നവരാണ്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. ഏത് കാര്യം കിട്ടിയാലും അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഏത് നിഅമത്ത് ലഭിച്ചാലും അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സ്വർഗത്തിൽ കിടക്കാൻ പറഞ്ഞാൽ പോലും വഖാലുൽ ഹംദുലില്ലാഹ് വഖാലുൽ ഹംദുലില്ലാഹ്. സ്വർഗത്തിൽ കിടക്കാൻ പറഞ്ഞാൽ പോലും അൽഹംദുലില്ലാഹ്. മുഅ്മിനീങ്ങളെ വളരെ വളരെ ചിന്തിക്കണം. മുഅ്മിനെ വളരെ ഇത് മനസ്സിലാക്കണം. ഓരോരുത്തരും രണ്ടവസ്ഥയാണ് ഉണ്ടാവുക. ചിരിച്ചുകൊണ്ട് ഖബറിൽ നിന്ന് എണീക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരിങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഖബറിൽ നിന്ന് എണീക്കുന്നതാണ്. ഫയഖൂലൂന അൽഹംദുലില്ലാഹ്. അവർ എണീക്കുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറയും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളുകളായിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളുകളാവുക എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ നിലനിൽപ്പ് സ്വന്തം ശരീരത്തിൽ ഉണ്ടാവുക. അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മാത്രമല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് മരിക്കുകയും ചെയ്യാം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. കഅന്നി അൻളുറു ഇലാ അഹ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിച്ച ആളുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് ജീവിച്ച ആളുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകൾക്ക് ആ കലിമയോടുകൂടെ മരിക്കാൻ കഴിയും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അവരെന്ത് ചെയ്യും? അവര് ഖബറിൽ നിന്ന് എണീക്കുന്നതാണ്. അവര് ഫയൻഫുലൂന തുറാബ മിൻ റൂസിഹിം. അവരവരുടെ തലേന്ന് മണ്ണ് കുടഞ്ഞു കളയുന്നതാണ്. ഫയഖൂലൂന അൽഹംദുലില്ലാഹ്. അവരപ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറയും. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ. ഉറക്കെ പറ, അല്ലാഹു ആ ഭാഗ്യം തരട്ടെ. അവരിങ്ങനെ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് എണീക്കുന്ന നേരം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുകയാ എന്ന് ഖാല റസൂലുള്ളാഹി. ചിരിച്ചുകൊണ്ട് ഇങ്ങനെ എണീക്കും. ചിരിച്ചുകൊണ്ട് എണീക്കും മുഅ്മിനീങ്ങൾ ഖബറിൽ നിന്ന് എണീക്കും. അപ്പോഴേ മലക്കുകൾ ഓടി വരും. എന്നിട്ട് മലക്കുകൾ പറയും ബുശ്റാകുമുൽ യൗം ബുശ്റാകുമുൽ യൗം. മഹ്ശറിലേക്ക് ഓടുകയാണ്. മലക്കുകൾ പറയും, പടച്ചോനെ ആ ഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് യസ്ആ നൂറുഹും ബൈന അയ്ദീഹിം വബിഐമാനിഹിം ബുശ്റാകുമുൽ യൗം ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. മുഅ്മിനായ തമാശ പറയുകയല്ല. ഖബറിൽ നിന്ന് എടുക്കുമ്പോഴത്തിന് മുഅ്മിനായ മനുഷ്യൻ ചിരിക്കും. പടച്ചവനെ ആ ഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. ആ ഭാഗ്യം ഞങ്ങൾക്ക് തരണം പടച്ചവനെ. ആ ഭാഗ്യം ഞങ്ങൾക്ക് തരണം പടച്ചവനെ. ആ ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണമേ തമ്പുരാനെ. ആ ഭാഗ്യത്തിൽ ഞങ്ങൾക്ക് ഈ സമയത്തും ഈ സദസ്സിലും വെച്ച് ഞങ്ങൾക്ക് അതൊന്നുകൂടി വിധിക്കണം പടച്ചവനെ. അതൊന്നുകൂടി ഈ സദസ്സിൽ ഞങ്ങൾക്ക് വിരിച്ചു തരണം പടച്ചവനെ. ഞങ്ങൾ നീ സ്വീകരിക്കണമേ റബ്ബ്. അവരെ പുഞ്ചിരിച്ചുകൊണ്ട് എണീക്കുകയാ. പുഞ്ചിരിച്ചുകൊണ്ട് എണീക്കുകയാ. എങ്ങനെയാണ് എണീക്കുക? മുത്തത്വയ്യിബീന മുഖ്തഹിലീന ഖാല റസൂലുള്ളാഹി. സുഗന്ധം പൂശി ഇറങ്ങും. സുബ്ഹാനല്ലാഹ്. അല്ലാഹു ഭാഗ്യം തരട്ടെ. മുഖ്തഹിലീന അവര് സുർമയിടും. മുഅ്മിനീങ്ങൾ സുർമയിടുകയും സുഗന്ധം പൂശുകയും ചെയ്യും മഹ്ശറിലേക്ക്. പടച്ചോനെ അല്ലാഹു ഭാഗ്യം തരട്ടെ. സുഗന്ധം നല്ല സുഗന്ധം, നല്ല സുർമാണയും. ഏതുപോലെ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചെങ്കിൽ ഉറക്ക തീർന്നു. നിങ്ങൾ ശ്രദ്ധിക്കണില്ലേ? ഒന്ന് പറ, ശ്രദ്ധിക്കണില്ലേ? ഉറക്ക തീർന്നു, എണീറ്റു, കുളിച്ച് എല്ലാം കഴിഞ്ഞു, നല്ല വസ്ത്രം ധരിച്ചു, സുഗന്ധം പൂശി സുർമയും അണിഞ്ഞ്
ഏറ്റവും സൗന്ദര്യമായ അവസ്ഥയിൽ പുറത്തു വരുന്ന ഒരു വീട്ടുകാരനെ പോലെയാകും ആര് ആര് മുഅ്മിനായ മനുഷ്യൻ. 30 വയസ്സ് പ്രായവുമായിരിക്കും. നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എത്ര വയസ്സ്? എത്ര താഴെയുള്ളവനെ മേലേക്ക് കയറ്റും, മേലുള്ളവനെ താഴേക്ക് ഇറക്കും. അതായത് 10 വയസ്സിൽ മരിച്ചാലും 15 വയസ്സിൽ എന്താവാം, അങ്ങോട്ട് കയറ്റും, ഇങ്ങോട്ട് ഇറക്കും. വയസ്സന്മാരെ താഴേക്ക്. നിങ്ങൾക്ക് മനസ്സിലായില്ല പറഞ്ഞത്? 30 വയസ്സായിരിക്കും, നല്ല നിറഞ്ഞ സമയം 30 വയസ്സായിരിക്കും മാശറയിൽ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എങ്ങനെയായിരിക്കും? മുതത്വയ്യിബീൻ, നല്ല മനോഹരമായ സുഗന്ധം പൂശിയിരിക്കും. ആ സുഗന്ധമാകെ, ആ സുഗന്ധത്തിന്റെ മനോഹാരിത കണ്ട്, അതിന്റെ പ്രസരണം കണ്ട് ഓടി വരും അല്ലാഹുവിന്റെ മലായികത്തുല്ലാഹ്. മലക്കുകൾ ഓടി വന്നിട്ട് കൈയിടരും. അവര് മുസാഫാത്ത് ചെയ്യും, സലാം പറയും. എന്നിട്ട് മലക്കുകൾ പറയും, ബുശ്റാകുമുൽ യൗം, ബുശ്റാകുമുൽ യൗം. ഇന്ന് നിങ്ങൾക്ക് സന്തോഷമാണ്, നിങ്ങൾക്ക് സന്തോഷമാണ്. വല്ലാത്ത ഒരു രംഗായിരിക്കും. അല്ലാഹു ഭാഗ്യം തരട്ടെ. മനസ്സ് തുറന്ന് പറയും, മനസ്സ് തുറക്കി, മനസ്സിനെ പൂട്ട് തുറക്കി, പൂട്ട് തുറന്നിട്ട് പറയും, പക്ഷേ ആ സുഗന്ധം പൂശിയിട്ട് ആ സുറുമട്ടിട്ടാണ്ട് ഇറങ്ങാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണം, പഠിച്ചു തൗഫീഖ് ചെയ്യണം. പഠിച്ചു നിന്റെ ഹബീബിന്റെ ബർക്കത്തുകൊണ്ടും നിന്റെ ഖുർആൻ ആലമത്തുകൊണ്ടും പഠിച്ചവനെ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണമേ റബ്ബേ. മലക്കുകൾ ഓടി വരും. മലക്കുകൾ ഇങ്ങനെ പുഞ്ചിരിക്കും മുന്നിൽ നിന്നിട്ട്. പിന്നൊരു പോക്കായിരിക്കും. പിന്നെ ഒരു പ്രകാശ സമാനമായി ഓടി ഒഴുകുകയായിരിക്കും. മലക്കുകൾ വിളിച്ചു പറയുന്നുണ്ടാവും, ബുശ്റാകുമുൽ യൗം, ബുശ്റാകുമുൽ യൗം. ഇന്ന് നിങ്ങൾക്ക് സന്തോഷം, ഇന്ന് നിങ്ങൾക്ക് സന്തോഷം എന്ന് പറയും. മറ്റൊരു ഖബറിനെണീക്കും. ഖബറിനെണീക്കുമ്പോൾ ഏതുപോലെയാണെന്ന് മജ്നൂൻ, ഭ്രാന്തനെ പോലെയായിരിക്കും. ഏതുപോലെയാണെന്ന് വെച്ചെങ്കിൽ ശക്തമായ ഉറക്കിന്റെ ഇടയിൽ ഒരാളെ വിളിച്ചുണർത്തിയാൽ എങ്ങനെയുണ്ട് അങ്ങനെ ഇരിക്കും. ആര്? മുഅ്മിനല്ലാത്തവരൊക്കെ. നമ്മളെ കാക്കട്ടെ. അതായത് വിളിച്ചുണർത്തിയവരോട് ദേഷ്യം, നഷ്ടപ്പെട്ട ഉറക്കിനോട് ദേഷ്യം, തന്നോട് തന്നെ ദേഷ്യം. മനസ്സിലായില്ല? ഒരു നല്ല ശക്തമായ ഉറക്കുറങ്ങുന്ന നേരത്ത് ഒരാളെ വിളിച്ചുണർത്തിയാൽ എങ്ങനെയുണ്ടാവും? അതായിരിക്കും മുഅ്മിനല്ലാത്ത മനുഷ്യരുടെ അവസ്ഥ. അവരുടെ ഉറക്ക പൂർത്തിയായിട്ടേ ഇല്ല, അവരെ ഉറക്ക തീർന്നിട്ടേ ഇല്ല. ആ രൂപത്തിലായിരിക്കും അവർക്ക് ഇത്തരം ഭ്രാന്തായിരിക്കും എല്ലാവരോടും. അതുകൊണ്ടാണ് യാ വൈലന യാ വൈലന യാ വൈലന യാ വൈലന, നാശമേ നാശമേ എന്ന് പറയാതെ ഒരു തമ്മാടി എണീക്കുകയില്ല, ഒരു കാഫിർ എണീക്കുകയില്ല. പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ,